എല്ലാവർക്കും വൈഗ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസിന് വ്യത്യസ്തമായ രീതിയിൽ എങ്ങനെയാണ് ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം അതിന് ആവശ്യമായ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ആപ്പിൾ ജ്യൂസ്, 1/2 കപ്പ് പോമോഗ്രാനൈറ്റ് ജ്യൂസ്, പിന്നെ ഡ്രൈഡ് നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂ, പിസ്ത ഇതെല്ലാം ചോപ്പ് ചെയ്യുകയോ ക്രഷ് ചെയ്യുകയോ എടുത്തത്, പിന്നെ ഡ്രൈഡ് കിവി, മാംഗോ, സ്ട്രോബെറി, ലെമൺ ഇത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടീസ്പൂൺ ലെമൺ സിസ്റ്റ്, പിന്നെ കുറച്ച് ഡ്രൈ ചെറീസ്. അതിനൊപ്പം തന്നെ കുറച്ച് ബ്ലാക്ക് ഗ്രേപ്സും കുറച്ച് വൈറ്റ് ഗ്രേപ്സ് റൈസിൻസും പിന്നെ കുറച്ച് ബ്ലാക്ക് ഡേറ്റ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഡേറ്റ്സ് ചെറുതായിട്ട് അതും ചോപ്പ് ചെയ്ത് മിക്സ് ചെയ്യുക. ആദ്യം ഇത്രയും എടുത്ത് വെച്ചതിന് ശേഷം ഒരു ബൗളിലോട്ട് 1 കപ്പ് ആപ്പിൾ ജ്യൂസ്, 1/2 കപ്പ് പോമോഗ്രാനൈറ്റ് ജ്യൂസ്, ഇതെല്ലാം ഫ്രഷ്ലി പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്, നട്ട്സ്, ആൽമണ്ട്സ്, കാഷ്യൂസ് ഇതെല്ലാം കൂടെ ഞാൻ ഓരോന്നും ഓരോ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കിവി, സ്ട്രോബെറി, മാംഗോ ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഡ്രൈ ചെയ്തത്, പിന്നെ ലെമൺ സിസ്റ്റ്, ചെറി, ബ്ലാക്ക് ഗ്രേപ്സ്, റേസിൻസ്, ഡേറ്റ്സ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു 3 to 4 hours സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചിരുന്നാൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് സോക്ക് ചെയ്ത് എടുക്കുക. അടുത്തതായി ബാക്കി ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിന് ആവശ്യമുള്ള സാധനങ്ങൾ: 1/4 കപ്പ് ബ്രൗൺ ഷുഗർ, 1/2 കപ്പ് തൈര്, 1 കപ്പ് മൈദ ഓൾ പർപ്പസ് ഫ്ലോർ, 1/4 കപ്പ് വീറ്റ് ഫ്ലോർ, 1 ടീസ്പൂൺ ഡ്രൈ ജിഞ്ചർ പൗഡർ, 1 ടീസ്പൂൺ നട്ട്മഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ 1/4 ടീസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, സിന്നമൺ പൗഡർ 1/2 ടീസ്പൂൺ. ഇത്രയും ഐറ്റംസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ കൂടെ ബട്ടർ 1/4 കപ്പ് ബട്ടർ. അടുത്തതായി ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദ, ഗോതമ്പ്, സിന്നമൺ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, നട്ട്മഗ്, ഡ്രൈ ജിഞ്ചർ പൗഡർ ഇതെല്ലാം നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. 3 പ്രാവശ്യം സീവ് ചെയ്തെടുക്കുക. സീവ് ചെയ്തെടുത്താൽ മാത്രമേ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരുപോലെ മിക്സായി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൈ വെച്ച് ചുമ്മാ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ എല്ലാം ഈവനായിട്ട് മാവിൽ മിക്സ് ചെയ്ത് വരണമെന്നില്ല. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറും ചില സമയം മാറാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് 3 പ്രാവശ്യം സീവ് ചെയ്ത് എടുക്കാൻ പറയുന്നത്. അതിനുശേഷം നല്ല ക്ലീൻ ബൗളെടുത്ത് അതിലോട്ട് ബട്ടർ ഒഴിച്ചതിന് ശേഷം ബ്രൗൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. ബ്രൗൺ ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം തൈര്, നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തൈരും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്ത് ആ ബ്രൗൺ ഷുഗർ ഫുള്ളായിട്ട് ആ ബട്ടറിലോട്ട് ഇറങ്ങട്ടെ. മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ സീവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ചായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ഹാർഡായിട്ട് മിക്സ് ചെയ്യരുത്. ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. കാരണം മാവ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് അതിൻ്റെ ആ സോഫ്റ്റ്നെസ് പോയി ഹാർഡായിട്ട് മാറും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ഒരിക്കലും ബാറ്റർ ഹാർഡായിട്ട് ബീറ്റ് ചെയ്യാതിരിക്കുക. കുറച്ചായിട്ട് മാവ് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഫ്രൂട്ട്സ്, ആപ്പിൾ ജ്യൂസ്, പോമോഗ്രാനൈറ്റ് ജ്യൂസ്, ഡ്രൈ ഫ്രൂട്ട്സ് ഇതൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്യുക. ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും കേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന ഐറ്റംസ് എല്ലാം തന്നെ റൂം ടെമ്പറേച്ചറിൽ
ഇരിക്കണം. എന്നാൽ മാത്രമേ ആ കേക്ക് കറക്റ്റ് ഇതായിട്ട് കിട്ടത്തുള്ളൂ. ബേക്കിംഗ് സോഡ ആയാലും ബേക്കിംഗ് പൗഡർ ആയാലും ഇപ്പോൾ ജ്യൂസ് ആയാലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിനു ശേഷം വേണം ഇതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഡ്രൈ ഫ്രൂട്ട്സ് മിക്സും എല്ലാം ബാറ്ററിൽ മിക്സ് ചെയ്ത് അപ്പോഴും ആ ബാറ്റർ ജെൻ്റലി ആ ഫോൾഡ് മെത്തേഡ് യൂസ് ചെയ്ത് തന്നെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ബേക്കിംഗ് ട്രേ എടുത്ത് ബേസിൽ ബട്ടർ ലൈനിങ് കൊടുത്തതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ച് തിരിച്ചും ബട്ടർ പേപ്പറിന് മുകളിലും ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാറ്റർ ബേക്കിംഗ് ബൗൾ അതിൻ്റെ ഹാഫ് ദ പോർഷൻ മാത്രം എപ്പോഴും ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം മാവ് നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് ആ ബാറ്റർ റേസ് ചെയ്ത് വരും. അതിന് റേസ് ചെയ്ത് വരാനുള്ള ഫ്രീ സ്പേസിന് വേണ്ടിയിട്ടാണ്. മാവ് ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിക്കുമ്പോഴും അതുപോലെ തന്നെ സോഫ്റ്റായിട്ട് തന്നെ എല്ലാ സ്റ്റെപ്സും ഇത് വളരെ മൃദുലമായിട്ട് തന്നെ മാവ് ഫില്ല് ചെയ്ത് ടാപ്പ് ചെയ്തെടുക്കുക. ഞാൻ ഈ കേക്ക് പ്ലം കേക്ക് പ്രിപ്പയർ ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, അട്രാക്റ്റീവ് ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവർക്ക് മഫിൻസ് ട്രേയിൽ കുറച്ച് ബാറ്റർ എടുത്ത് മഫിൻസ് പോലെ പ്രിപ്പയർ ചെയ്യുകയാണ്. അതിന് ഞാൻ എൻ്റെ മഫിൻസ് ട്രേ എടുത്ത് അതിനകത്തും ഓരോ സ്കൂപ്പ് ബാറ്റർ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ഓരോന്നിലും ഓരോ ഡ്രൈ ചെറി വെച്ച് ഡെക്കറേറ്റ് ചെയ്തു. ബാറ്റർ ട്രേയിൽ വയ്ക്കുമ്പോഴും അമർത്തി പ്രസ് ചെയ്യരുത്. വളരെ സോഫ്റ്റായിട്ട് തന്നെ മാവ് ഫില്ല് ചെയ്ത് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് ചെയ്യാനും മറക്കരുത്. അതിനിടയ്ക്ക് ബാറ്ററിൻ്റെ ഇടയ്ക്ക് എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ആ കേക്ക് കട്ട് ചെയ്ത് എടുക്കുമ്പോൾ എയർ ബബിൾസ് നിന്ന പോർഷനൊക്കെ ഹോളോ ആയിട്ട് വരും. അപ്പോൾ ആ കേക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ അങ്ങ് പോകും. അതിന് വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കാൻ പറയുന്നത്. ഞാൻ ബാറ്റർ ബേക്കിംഗ് വലിയ ബേക്കിംഗ് ബൗളിൽ ഫില്ല് ചെയ്തു. അതിനുശേഷം ചെറിയ മഫിൻസ് ട്രേയിലും ഫില്ല് ചെയ്ത് ചെറീസും കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ചോപ്പ് ചെയ്ത് എടുത്തതും മുകളിൽ സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്ത് ബേക്ക് ചെയ്യാൻ പോവുക. എല്ലാമായി കഴിഞ്ഞതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഞാൻ ഈ 2 ട്രേസും വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. 30 മിനിറ്റ്സ് 175 ഡിഗ്രി വച്ചാണ് ഞാൻ എടുത്തത്. ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ എനിക്കത് കറക്റ്റ് കുക്ക്ഡായി കിട്ടി. ഓരോരുത്തരുടെയും OTGയുടെ ഇതനുസരിച്ച് ആ ടെമ്പറേച്ചർ ലെവല് ടൈമിങ്ങും വേരിയാകും. എൻ്റെ OTGയുടെ ഇതനുസരിച്ചുള്ള ടൈമിങ്ങാണ് ഞാൻ പറഞ്ഞത്. അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കുക്ക് ചെയ്ത് എടുക്കുക. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ മാവ് റേസ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാം. 30 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും ടൂത്ത് പിക്ക് വെച്ച് ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. സെൻറ്ററിൽ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ടൂത്ത് പിക്ക് നല്ല ക്ലിയർ ആയിട്ട് വന്നു. അതിനകത്ത് നമ്മുടെ കേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നോക്കിക്ക്, നല്ല മഫിൻസും നല്ല പ്ലം കേക്ക്, ഹോം മെയ്ഡ് റിച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കണ്ടൻറ്റുള്ള നല്ല ഹോം മെയ്ഡ് പ്ലം കേക്ക് റെഡിയായി. താങ്ക് യു.